മുൻ വർഷത്തെ ചാമ്പ്യന്മാരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ചാമ്പ്യന്മാരുടെ അവർക്ക് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഇന്ന് അവരുടെ ടീമിലില്ല. അദ്ദേഹം മറ്റൊരു ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, മനോഹരമായി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയണം. എന്താണ് കൊൽക്കത്തയിൽ ഇങ്ങനെ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ശേഷം രമൺദീപ് സിംഗ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വളരെ ഇതായിട്ട് പറഞ്ഞത്, ലേലം കാരണം ഞങ്ങളുടെ ടീമിന്റെ വിന്നിംഗ് കോമ്പിനേഷൻ തകർന്നു എന്നുള്ള ഇത്. ടീമിന്റെ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് സാൾട്ട് പോയി, ശ്രേയസ് അയ്യർ പോയി. ഇതൊരു രണ്ടുപേര് നല്ലൊരു ബാറ്റിങ്ങിൽ നല്ലൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതായത് അവർ പോയ ടീമുകളിൽ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കൊൽക്കത്ത നേരിടുന്ന കുറെ വെല്ലുവിളികളുണ്ട്. അത്തരത്തിലുള്ള ഒരു വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ റിങ്കു സിംഗിന്റെയും വെങ്കടേഷ് അയ്യരുടെയും ഒക്കെ ഒരു മോശം പ്രകടനമാണ്. എന്താണ് വെങ്കടേഷ് അയ്യർക്ക് പറ്റിയിട്ടുള്ളത്? അതായത് ക്യാപ്റ്റൻസി കിട്ടും, ക്യാപ്റ്റൻസി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള രീതിയിൽ പല സംഭവങ്ങളും, പക്ഷെ അവസാന സമയത്ത് അജിങ്ക്യ രഹാനെയാണ് ക്യാപ്റ്റനായിട്ട് ഇത് ചെയ്യുന്നത്. എന്താണ് അവരുടെ ഒരു സംഭവിക്കുന്നത് ടീം നേരിടുന്ന ഒരു വെല്ലുവിളികൾ? അല്ല, ഇപ്പൊ ഇതിൽ രമൺദീപ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഈ ടീം അടിച്ചു പൊളിച്ചതല്ല, ആ ടീമിലുള്ള താരങ്ങൾ കഴിഞ്ഞ വർഷം തിളങ്ങിയ താരങ്ങൾക്ക് ഈ പ്രശ്നം തിളങ്ങാൻ പറ്റാത്ത തന്നെയാണ്. അത്രയേ ഉള്ളൂ, അതിൽ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ആ ടീം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന താരങ്ങളാണ് വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും ടീം റിട്ടൈൻ ചെയ്ത താരങ്ങൾ. പക്ഷേ അവർക്ക് ആ കഴിവിനൊത്ത് അല്ലെങ്കിൽ മുൻകാലങ്ങൾ പുറത്തെടുത്ത കഴിവിന് മികച്ച പ്രകടനത്തിന് അടുത്ത് വലുത്തുന്ന രീതിയിൽ ഈ പ്രാവശ്യം തിളങ്ങാനായിട്ടില്ല. 2 മത്സരങ്ങളാണ് പിന്നെ പറയുന്നതെങ്കിൽ കൂടി അതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ വെങ്കടേഷ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എനിക്ക് അത് തോന്നുന്നില്ല. കാരണം വെങ്കടേഷ് അയ്യറിന് പിന്നെ ക്യാപ്റ്റൻസി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ശ്രേയസ് അയ്യർ പോയി, പിന്നെ പ്രധാനപ്പെട്ട താരങ്ങളൊന്നും കാണുന്നില്ല, ഉപനായകനായിട്ട് വരുന്ന താരമാണ്. അപ്പം എന്തായാലും 23 കോടി രൂപ നിർത്തിയത് അപ്പം നായകനാക്കാൻ വേണ്ടിയാണെന്നുള്ള ഇതിലും. കാരണം ആ കഴിഞ്ഞ സീസണിലൊക്കെ ടീമിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അതിന് മുന്നത്തെ സീസണിലായാലും ടീമിനെ തിരിച്ചു കൊണ്ടുവന്ന് വിജയവഴിയിലേക്ക് നയിക്കുന്ന ഒരു പ്ലെയറിനെ പല വിന്നിംഗ് മാച്ചുകളും കാഴ്ചവെച്ച താരമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പ്രതീക്ഷയിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അജിങ്ക്യ രഹാനെ ആദ്യം ലേലത്തിൽ ആരും പിടിക്കാതിരുന്ന താരം 2ാം ഇടത്തെയാണ്. അപ്പം രഹാനെ ക്യാപ്റ്റൻ ആക്കില്ല എന്നൊരു ഇതുണ്ടായ റിപ്പോർട്ടുകൾ ഓക്കെ ചിന്തിക്കാം. പക്ഷേ രഹാനെ ഒരു സീനിയർ താരമാണ്, നായകനായിട്ട് കഴിവ് തെളിയിച്ച താരമാണ്, ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച ഫോമിലാണ്. ആ താരത്തെ നായകനായി വരുമ്പം അതിൽ മറ്റു പിന്നെ അസ്വരസങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. വെങ്കടേഷ് അയ്യർ എന്തുകൊണ്ടും പിന്നെ രഹാനൊക്കെ ക്യാപ്റ്റൻസിയിൽ കളിക്കുന്നതിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ല. അത് സീനിയോറിറ്റി ഉണ്ടായാലും കഴിവ് പ്രകടനം ഉണ്ടായാലും എനിക്ക് തോന്നുന്നില്ല. അപ്പം പിന്നെ അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റണ്ണ് വരുന്നത് വളരെ ലോ സ്കോറിംഗ്. ഇത് പിന്നെ ഒരു 20 മുകളിലേക്ക് റൺ എടുക്കാൻ ഈ പറഞ്ഞ 2 താരങ്ങൾക്കും പറ്റിയിട്ടില്ല. ഇപ്പോൾ RCBക്കെതിരെ 7 പന്തിൽ 6 റൺസാണ് വെങ്കടേഷ് അയ്യർ എടുത്തത്. മുംബൈ ഇന്ത്യൻസിനെതിരെ 9 പന്തിൽ 3 റൺ. വളരെ ദയനീയം തന്നെ പറയാനുള്ളൂ. കാരണം ഈ 1-2 മത്സരങ്ങൾ വെച്ച് നമുക്ക് ഈ പറഞ്ഞ ടൂർണമെന്റ് വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്, എന്ത് വെല്ലുവിളികളാണ് അവർ തിരുത്തേണ്ടത്, എന്ത് പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത്. അത് മാത്രമല്ല, വെങ്കടേഷ് അയ്യരിൽ നിന്ന് ടീം ഒരിക്കലും പ്രതീക്ഷിക്കുന്ന റൺ ഇതല്ല. ആ ടീമിന് നെടുന്തൂണായിട്ട് വരുന്ന 2 താരങ്ങൾ തന്നെയാണ് വരുന്നത്, വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും. റിങ്കുവിന്റെ സ്കോർ തന്നെയാണ് എനിക്ക് തോന്നുന്നു 14 അടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ 17 റൺസ് അടിച്ചിട്ടുണ്ട് 14 പന്തിൽ കഴിഞ്ഞ മത്സരത്തിൽ. മികച്ച തുടക്കം കിട്ടിയെങ്കിൽ കൂടി അത് അദ്ദേഹത്തിന് അത് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഒരു നല്ല റണ്ണായിട്ട് മാറ്റാൻ പറ്റുന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ മത്സരം എന്ന് പറയുമ്പോൾ അവർ ബാറ്റിംഗിൽ തകർന്ന ഒരു മത്സരം കൂടിയാണ്. ആകെ 116 റൺസേ നേടിയിട്ടുള്ളൂ. ആ ഒരു മത്സരത്തിൽ 14 പന്തിൽ 17 റൺസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം എന്തോ ശ്രമിച്ചല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതല്ല ടീം. ബംഗളൂരിനോട് 10 പന്തിൽ 12 എടുത്ത് 2 അക്കം കടന്നിട്ടുണ്ട്, 12-17. പക്ഷെ അതും റിങ്കു സിംഗിന്റെ പിന്നെ അതിൽ നമുക്ക് മിഡലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റൺ അതല്ല. അവസാന നിമിഷങ്ങളിൽ ഒരു ഫിനിഷറായിട്ട് വരേണ്ടത് അല്ലെങ്കിൽ മികച്ച രീതിയിലേക്ക് റൺ ഉയർത്തിക്കൊണ്ട് പോകേണ്ട താരമാണ് 2 മത്സരങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ 2 താരങ്ങളുടെയും പ്രകടനം അത് അജിങ്ക്യ രഹാനക്കും തലവേദനയാണ്, കൊൽക്കത്ത മാനേജറിനും തലവേദനയാണ്. ഇവർ 2 ഫോമിലായാൽ തന്നെ കൊൽക്കത്തയുടെ ഈ പ്രധാന പ്രശ്നങ്ങളെല്ലാം തിരികെ ഈ ശ്രേയസ് അയ്യർ ഇല്ലാത്ത പ്രശ്നം. ശ്രേയസ് അയ്യർ മികച്ച നായകനായിരുന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ശ്രേയസ് അയ്യർ ഇപ്പം പറഞ്ഞ സാൾട്ട് ബംഗളൂരിലായാലും ശ്രേയസ് അയ്യർ പിന്നെ പഞ്ചാബിലായാലും ഒരു ഹാർഡ് ഹിറ്റിംഗ് കപ്പാസിറ്റി ഒരു മത്സരത്തിൽ അവർ മൊയിൻ അലിനെയാണ് ഓപ്പണറായിട്ട് ഇറക്കിയത്. അപ്പോൾ വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും എന്ന് പറയുന്നത് അവരുടെ മധ്യനിരയുടെ നട്ടെല്ലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവര് തിരുത്തിയില്ലെങ്കിൽ പിന്നെ ഈ തലയും വാലും പൊങ്ങിയിട്ട് പോകാനാവില്ല. റിങ്കു സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അത്യാവശ്യം ഹാർഡ് ഹിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. അദ്ദേഹം മുമ്പ് അത് പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യുന്നത്. ടീമിന്റെ അത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമായത്. ഒരു റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ താരങ്ങൾക്കും ഒരു ടീമിന് കിട്ടുന്നതല്ല. ഒരു ടീം പൊളിച്ചു പണിയുന്ന മെഗാ ഓപ്ഷൻ വരുന്നതിന് മുമ്പുള്ള റിട്ടൻഷൻ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ വലിയ ബഹുമതി കൂടിയാണ്. ആ ടീം മാനേജ്മെന്റ്
നിലവിലെ ചാമ്പ്യന്മാരായ ടീമാണ്. അത് നമ്മൾ നായകന്മാരെ വിട്ടു പോകുമ്പോൾ ഈ രണ്ട് താരങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ആ ടീം വളരെയധികം ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു ആദ്യത്തെ 2 മത്സരത്തിലും ആ പ്രതീക്ഷയുടെ ഒരു അംശം പോലും തിരികെ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിലേക്കാണ് വരേണ്ടത്. ഇപ്പോൾ എനിക്ക് ഈ 2 താരങ്ങൾ പേഴ്സണലി പറയുമ്പോൾ 2 താരം എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇനി അടുത്ത വർഷത്തിൽ തിരിച്ചു കഴിവുള്ള താരങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് അടുത്തൊരു വിഷയം നോക്കുക, അടുത്തൊരു പ്രശ്നം നോക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം. ഇപ്പോൾ കൊൽക്കത്ത എന്ന് പറയുമ്പോൾ ബോളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സുനിൽ നരയനും വരുൺ ചക്രവർത്തിയും ഒക്കെയാണ്. പക്ഷേ അവിടെ ഇപ്പോൾ മൊയിൻ അലിയൊക്കെയാണ് സ്പിന്നറൊക്കെ ആയിട്ട് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ അവിടെ അടുത്ത പേസർമാരുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സ്പെൻസർ ജോൺസൺ ആണെങ്കിലും വൈഭവ് അറോറ ആണെങ്കിലും ഹർഷിത് റാണ ആണെങ്കിലും ഒരു അത്ര നല്ല പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത്. ഒരു ശരാശരി പ്രകടനം ആണ് പല മത്സരങ്ങളിലും കാഴ്ചവെക്കുന്നത് എന്നത് അവർക്കൊരു തിരിച്ചടിയാവുന്നില്ലേ? തീർച്ചയായും അവരുടെ ബോളിങ്ങിന്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ ബാറ്റിംഗ് ഏത് ടീമിനായാലും ബാറ്റിംഗ് നിര തകരുമ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന പോലെ ഒരു നല്ല മികച്ചൊരു ബോളിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഏത് ചെറിയ സ്കോറായാലും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഇവിടെ അതിപ്പം പിന്നെ ഫസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ കൂടി വലിയ സ്കോറിലേക്ക് വേണ്ടി തടുത്ത് നിർത്താൻ ശ്രമിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ 2 സ്പിന്നർമാർ സുനിൽ നരയനും വരുൺ ചക്രവർത്തി മൊയിൻ അലി ആണെങ്കിൽ കൂടി ഇവരുണ്ടാകും ഒരു പ്രതീക്ഷ. കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ ഉണ്ടാവും, പിന്നെ നമുക്ക് കാണുന്നവർക്ക് ആണികൾക്കുണ്ട് ഈ ഓവറിൽ ഒരു വരുൺ ചക്രവർത്തിയുടെയും സുനിൽ നരയന്റെയും 8 ഓവറുകളെ കുറിച്ച് കൊൽക്കത്ത ഭയപ്പെടേണ്ടതില്ല. നമ്മൾ അതാണ് നേരത്തെ പറഞ്ഞത്. തീർച്ചയായും നമ്മൾ മുമ്പ് പറഞ്ഞത് തീർച്ചയായിട്ടും ഓവറുകൾ കുറവാണെന്നൊക്കെ നമ്മൾ വിലയിരുത്തിയിരുന്നു. പക്ഷെ മറുവശത്ത് പേസർമാർ ഇവര് പിടിക്കുന്ന റണ്ണും അവിടെ കാര്യമില്ല. ഈ പറഞ്ഞ ബോളർ ഇപ്പം ഈ പേസ് ഓപ്ഷൻ വരുമ്പം അയ്യോ ഇതെന്താവും, ഈ റണ്ണും കൂടി അവിടെ പിടിക്കേണ്ട ബാധ്യത മറ്റവർക്ക് വരുമല്ലോ എന്നല്ലേ വരുന്നത്. പക്ഷേ ഈ ഫോമിലേക്ക് ഇവർ നല്ല ടച്ച് കൊടുത്ത് വിടുന്ന ബാറ്റ്സ്മാൻമാർ അപ്പുറത്ത് ഈ സ്പിന്നർമാരെ എടുത്തിട്ട് അടിച്ചാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതിയിലേക്ക് മാറുവാണ് കളി. ഇപ്പോൾ തീർച്ചയായും RCBക്കെതിരെയുള്ള മത്സരത്തിൽ നമുക്ക് നോക്കാം. അപ്പൊ അറോറയും സ്പെൻസർ ജോൺസണും 2 ഓവർ പന്തെറിയുന്നു. റാണ 1 ഓവർ പന്തെറിഞ്ഞ് റാണ 5 റണ്ണേ വഴങ്ങിയിട്ടുള്ളൂ. പക്ഷെ പവർ പ്ലേയില് RCB അടിച്ച സ്കോർ എന്ന് പറയുന്നത് 80 റൺസാണ്. 80 റൺസ് വന്നു. അത് ഫിൽസാൾട്ട് അപ്പുറത്ത് നിന്നിട്ട് അടിക്കുന്നു എന്നുള്ളതും കൂടി അതായത് അവര് പുറത്താക്കി അല്ലെങ്കിൽ അവര് പുറത്താക്കി നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ നിന്ന് ടീമിന് അതെ നമുക്ക് ഇതില്ല, ടീമിന്റെ പ്ലാനിൽ ഇല്ലാത്തൊരു താരം വന്നിട്ട് പേസർമാരെ അടിച്ച് തകർക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നെ മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ പേസർമാർ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പക്ഷെ ചെയ്യാനില്ലായിരുന്നു പറയുമ്പോൾ അതിൽ നമുക്ക് ഈ കൊൽക്കത്ത ബാറ്റ്സ്മാൻമാർ വീണ പിച്ചിൽ ഈ പറഞ്ഞ പോലെ ബോളിംഗ് ചെയ്തിട്ട് ഇവർക്കും പിടിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ പിടിക്കണമായിരുന്നു ഇതാണ്. അതിന് പറ്റിയ താരങ്ങളില്ലാതെ പോകുന്നു. അത് തന്നെയാണ് കൊൽക്കത്തയുടെ പരാജയം വരുന്നത്. അവിടെ എറിഞ്ഞ് പിടിക്കണമല്ലോ കളി. അത് ഈ ചെറിയ സ്കോറാണ്. അല്ല അത് അവര് ബോള് മികച്ച രീതിയിൽ പന്തെറിഞ്ഞ മത്സരമാണ് നമ്മൾ കണ്ടത്. 6-നെതിരെ അവർ ജയിച്ചു. തീർച്ചയായും RCBക്കെതിരെ അവരുടെ മിക്കവാറും എക്കണോമി ഒക്കെ 10 ഇതിന് മുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ റാണെ അറോറയും 2 വിക്കറ്റ് എടുക്കുന്നുണ്ട് ഇപ്പോൾ രാജസ്ഥാനെതിരെ. അതുപോലെ തന്നെ സ്പെൻസർ ജോൺസൺ 1 വിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവര് വിക്കറ്റ് എടുത്ത മത്സരങ്ങളിൽ അവർ ജയിച്ചു. അതായത് ബോളർമാരെ മികച്ച ഫോമിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് രാജസ്ഥാനെതിരെ അവർ ജയിച്ചു എന്നുള്ളതാണ്. വീണ്ടും മുംബൈക്കെതിരെ വന്ന സമയത്ത് നമുക്കറിയാം ബാറ്റ്സ്മാൻമാരെ അമ്പേ പരാജയപ്പെടുന്ന സമയത്ത് ഒരു പോരാ എന്തെങ്കിലും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് 116 റൺസ് എന്ന് പറയുമ്പോൾ റണ്ണേ ബോൾ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ജയിക്കാൻ എതിർ ടീമിന് എന്നുള്ളതാണ് ഇത്. പക്ഷേ അവിടെയാണ് ഒരു മാജിക്കും പ്രതീക്ഷിക്കുന്നത് ബോളർമാർ. അവിടെയാണല്ലോ സപ്പോർട്ട്. ആ മത്സരത്തിൽ റാണന് 28 റൺസ് അടിച്ചു എന്നുള്ളതാണ് 2 ഓവറിൽ. റാണനെ 2 ഓവറിൽ 28 റൺസ് അടിക്കുന്നുണ്ട് മുംബൈ ഇന്ത്യൻസ് എന്നുള്ളതാണ്. 14 റൺസ് എക്കണോമിയിൽ അടിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെയാണ് ഈ പ്രശ്നത്തിന്റെ ഇത് കിടക്കുന്നത്. ഇനിയിപ്പോ നമ്മളിപ്പോ പേസർമാരുടെ കാര്യം ഇതൊക്കെ ഇത്രയും വിശദമായിട്ട് പറഞ്ഞല്ലോ. റസൽ എവിടെ? ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ പറഞ്ഞ റിങ്കു സിംഗ് ആയാലും വെങ്കടേഷ് അയ്യർ ആയാലും വീണ് പോയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട് ഒരു കൂറ്റും ഒരു മസിൽമാൻ അവിടെ ഉണ്ട്. ബാറ്റ് കൊണ്ടാണെങ്കിൽ പിന്നെ റസലിന്റെ നമ്മൾ കളി കൊൽക്കത്തയെ ഓർക്കുമ്പോൾ തന്നെ റസലിന്റെ 6 ഓർക്കുന്നത്. ബൗളിങ്ങിലൊക്കെ വരുമ്പോഴും നിർണായകമായ സ്പെല്ലുകൾ എറിഞ്ഞിട്ട് പിന്നെ കളി ടൈറ്റ് ആക്കുന്ന വിക്കറ്റ് എടുക്കുന്ന റസലിനെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ റസലിന്റെ നേരിൽ പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ദുഃഖം. എനിക്ക് തോന്നുന്നു ടീമിന് അദ്ദേഹത്തിലുള്ള വിശ്വാസം. നമ്മളിപ്പോ ഇതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത്, അതായത് ഈ IPL തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൊൽക്കത്ത ടീമിനെ കുറിച്ച് നമ്മൾ അനാലിസിസ് നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് റസലിന്റെ റീസെന്റ് ഫോമിനെ കുറിച്ച്. ഇപ്പോ IL T20 10 കളിയിൽ അദ്ദേഹം ആകെ 7 ഓവറുകൾ എറിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ചിലപ്പോൾ ബോളിങ്ങിലെ ഇത് കുറക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ബോളിങ്ങിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാരം കുറക്കുക എന്നുള്ള രീതിയിൽ ബാറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കാനായിരിക്കും. പക്ഷെ അന്ന് നമ്മൾ ഇത് പറഞ്ഞപ്പോൾ നമുക്ക് കമന്റുകൾ വന്നിരുന്നു റസലിന് അങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല, റസൽ എപ്പോഴും തിരിച്ചു വരാൻ കഴിയുന്നത്. നമ്മുടെ ഉള്ളിൽ പറയുന്നത് റസൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഒട്ടും ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല. റസലിന് ഈ പറഞ്ഞ പോലെ ടീമിന് റസലിൽ വിശ്വാസം പോയി, റസലിന് ടീമിലേക്കുള്ള വിശ്വാസം പോയി, എന്താണെന്ന് അറിയില്ല. അവിടെ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നില്ല. ഞാൻ ഇത് പറയാൻ വരുന്നത് വിശ്വാസം എന്ന് പറയുമ്പോൾ RCBക്കെതിരെ ഒറ്റ ഓവർ റസലിനെ കൊണ്ട് എറിയാൻ പറ്റില്ല. അദ്ദേഹം ബാറ്റ് ചെയ്തിട്ട് ആകെ എടുത്തത് 4
റണ്ണാണ്, 3 പന്തിൽ 4 റണ്ണത്തെ എടുത്ത്. അത് റസൽ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ബോളിങ്ങിനൊക്കെ നയിച്ചിരുന്ന സീസണിലെ ഏറ്റവും മികച്ച രീതിയിൽ പന്തെറിഞ്ഞ താരം കൂടി. തീർച്ചയായും ഈ പറഞ്ഞ ഈ റസലിന്റെ നമുക്ക് റസലിന് തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിരുന്നു ബോളിംഗിൽ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നത്. ബോളിംഗിൽ അദ്ദേഹം തിളങ്ങാത്ത മത്സരമാണെങ്കിൽ ബാറ്റിംഗിൽ അദ്ദേഹം തീർച്ചയായും ഫോമിലാവുമായിരുന്നു. ഇതുവരെ നമ്മൾ കണ്ട IPL എല്ലാ റസലിന്റെ പ്രകടനം ആയിരുന്നു. ബാറ്റിംഗ് ഇല്ലെങ്കിൽ ബോളിംഗ് രണ്ടും ഒരുപോലെ കണ്ട മത്സരം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഒന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ കണ്ടിരുന്നില്ല തന്നെ. ഈ പറഞ്ഞ ഇപ്പത്തെ പറഞ്ഞ ബോൾ കൊടുക്കാതെ വരെ ഇപ്പം സൈഫ് പറഞ്ഞതിന്റെ ബാക്കി നയിക്കാം. മത്സരത്തിൽ പിന്നെ 7 ഓവർ എറിഞ്ഞിട്ടുള്ളൂ. അപ്പം ബോളിങ്ങിന്റെ ഭാരം കുറക്കാൻ വേണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ടീമിന്റെ പ്ലാനിങ്ങിലും റസൽ ബോൾ ചെയ്യുന്നുണ്ടാവില്ല, തീരുമാനത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ടീം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവിടെ ബാറ്റിംഗിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ലഭിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലും രാജസ്ഥാനെതിരെയുള്ള മത്സരത്തിലും അദ്ദേഹം പന്തെറിയുന്നില്ല. പക്ഷെ മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം 2.5 ഓവർ എറിഞ്ഞിട്ട് 35 റൺസ് വഴങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ 2 വിക്കറ്റ് അദ്ദേഹം തന്നെയാണ് വീഴ്ത്തിയിട്ടുള്ളത് മുംബൈയുടെ. അത് അദ്ദേഹത്തിനെ ഇറക്കിയത് ഇമ്പാക്ട് പ്ലെയർക്കും താഴെ 8ാമനായിട്ടാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം എടുത്ത റൺസ് എന്ന് പറയുന്നത് 5 റൺസാണ്. ബാറ്റിംഗിലും ബോളിംഗിലും ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് താരത്തെ ടീമിൽ നിർത്തുന്നത്? ഈ ഒരു ചോദ്യം റസലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒട്ടും വിമർശനങ്ങളും നമുക്ക് ചീത്തവിളികളും റസൽ ആരാന്ന് അറിയില്ല എന്നുള്ള ചോദ്യം വന്നേക്കാം. പക്ഷേ ഈ ഇമ്പാക്ട് പ്ലെയറിനും താഴെ 8ാമനായിട്ട് ഇറക്കുന്നു, 5 റൺ എടുത്ത് പോകുന്നു, ബോളിംഗ് കൊടുക്കുന്നു, ഇല്ല പറയുമ്പോൾ പിന്നെ എന്തിനാണ് താരത്തെ താരങ്ങൾ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ടീം കൃത്യമായിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പൊ ധോണിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ആയിരിക്കും. ധോണിനെ നമ്മൾ ചെന്നൈ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം, ധോണി വിക്കറ്റ് കീപ്പർ ആയിട്ട് കളിക്കുന്നു, മെന്ററായിട്ട് ബാറ്റിംഗിൽ അവസാനം വന്നിട്ട് 9ാമനും ഒക്കെ ആയിട്ടാണ് കളിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മത്സരം വേറെ തന്ത്രമാണല്ലോ ധോണിയെ ടീമിൽ നിർത്തുന്നത്, ആരാധകരുടെ പിന്തുണക്ക് വേറെതാണ്. പക്ഷേ അല്ല, എനിക്ക് തോന്നുന്നത് പഴയകാല കൊൽക്കത്ത ആരാധകരൊക്കെ ഒരു പക്ഷേ റസലിന്റെ കൂടി ആരാധകരാവും എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അതുപോലെ തന്നെയുള്ള മുംബൈ നമ്മൾ പലപ്പോഴും കേട്ടില്ല, മുംബൈ പൊള്ളാട് എന്ന് പറയുന്ന ഒരു കോമ്പോ. പക്ഷെ ഇന്ന് പൊള്ളാടിന്റെ ഫാൻസ് ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. അത് ചെന്നൈയിൽ അതുപോലെ ഉണ്ടായിരുന്ന ബ്രാവോയാണ് പണ്ട്, ബ്രാവോ എന്നുള്ള ഒരു ഇമേജ്. അത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഈ പറഞ്ഞ ധോണിനെ പോലെ കാണാൻ വേണ്ടി പിന്നെ റസലിനെ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. റസലിന്റെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊൽക്കത്ത കപ്പടിച്ച മത്സരങ്ങളിലായാലും ഈ കഴിഞ്ഞ സീസൺ അല്ലാത്ത മത്സരങ്ങളിൽ അതിന് മുന്നിലുള്ള മത്സരങ്ങൾ സീസണിലൊക്കെ ആയാലും റസലിന്റെ പ്രകടനം റസൽ ഉണ്ടല്ലോ ഇറങ്ങാന്നുള്ളൊരു, പിന്നെ ഈ പറഞ്ഞൊരു 20 ഓവർ ബോളിൽ 70 റണ്ണ് വേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ കൂടി റസൽ ഇറങ്ങാനുണ്ട്, കളി തീർന്നിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കൊൽക്കത്തയുടെ ബാറ്റിംഗ് കാണുമ്പോൾ. ബൗളിങ്ങിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്, റസൽ 2 വിക്കറ്റ് ഇടും, അത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഇറങ്ങാനുള്ളത് ഇനി അവരുടെ വാലറ്റമാണല്ലോ ചിന്തിച്ചിരുന്നു. അത് റസലിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് റസലിന് ഇപ്പോഴും ഈ ടീമിൽ കളിക്കുന്നതും കൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ ഈ പുതിയ ക്യാപ്റ്റൻ ഇല്ലാത്തതാണോ പുതിയ കോച്ചിനില്ലാത്തതാണോ എന്താണ് പറ്റിയെന്ന് അറിയുന്നില്ല. പക്ഷേ അതിപ്പോൾ കാണുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം അവരുടെ ടീമിന് എന്തായാലും ഉണ്ട്. തീർച്ചയായും ഇനി കൊൽക്കത്തയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. ചാമ്പ്യന്മാർക്ക് അല്ലെങ്കിൽ ചാമ്പ്യൻ ടീം ആദ്യഘട്ടത്തിലെ ഗ്രൂപ്പ് ഇതിൽ തന്നെ പ്ലേ ഓഫ് കടക്കാതെ തന്നെ പുറത്താകുമെന്നൊരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കൊൽക്കത്ത ആരാധകർ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ടീം ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇപ്പൊ ഇത് മാറി വരും, സാഹചര്യങ്ങൾ മാറി വരും. ടോപ്പ് പൊസിഷനിലുള്ള ആളുകൾ 14ാം സ്ഥാനത്തേക്കും അല്ലെങ്കിൽ അത്രയും സംഭവിക്കാവുന്ന ഒരു ഈ പറഞ്ഞ 3 താരങ്ങൾ നമ്മളിപ്പം എടുത്തു പറഞ്ഞ വെങ്കടേഷ് അയ്യരും പിന്നെ റിങ്കു സിംഗും പേസ് ബോളേഴ്സിനെ മാറ്റി നിർത്തുവാണ്. ഈ 3 താരങ്ങൾ ഫോമിലേക്ക് എത്തിയാൽ തന്നെ കൊൽക്കത്തക്ക് പ്രതീക്ഷകൾ 100% പ്രതീക്ഷിക്കാൻ. എന്തായാലും ഇനിയും കൊൽക്കത്തക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാനാകൂ എന്നത് കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും.